ഹലോ കൂട്ടുകാരെ, വീട്ടിലെ കൂട്ടുന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കുറച്ച് കോവയ്ക്കയും ഒരു ക്യാരറ്റും ഒരു മുളകും ഒരു ചെറിയ സവാളയും എടുത്ത് കഴുകി മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്കിതിനെ പെട്ടെന്ന് തന്നെ അരിഞ്ഞു മാറ്റാം. ഇത് കണ്ടില്ലേ, ഞാൻ ഇത് അരിഞ്ഞു മാറ്റി കണ്ടില്ലേ, ഇതുപോലെ നീളത്തിന് അരിഞ്ഞു മാറ്റണം. ഇത് അരിഞ്ഞു മാറ്റിയതിന് ശേഷം ചീനിച്ചട്ടി എടുത്ത് കഴുകി ഗ്യാസ് അടുപ്പിലോട്ട് വെച്ച് കൊടുക്കാം. ചട്ടി ഒന്ന് ചൂടാകുമ്പോൾ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഒരു 2 സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി. എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1/2 സ്പൂണ് ജീരകം ഇട്ട് കൊടുക്കാം. നല്ല ജീരകം, അവിയലിനൊക്കെ അരയ്ക്കുന്ന ജീരകമാണ് ഇട്ട് കൊടുക്കാൻ. പ്രത്യേകം ശ്രദ്ധിക്കണേ, വേറെ കടുകോ ഒന്നും ഇടണ്ട, ജീരകം മാത്രം ഇട്ട് കൊടുത്താൽ മതി. ജീരകം ഒന്ന് പൊട്ടി തുടങ്ങുമ്പോഴത്തേന് നമ്മൾ അരിഞ്ഞ് മാറ്റി വെച്ച കോവയ്ക്ക ചേരുവകളും കൂടി ഇട്ട് കൊടുക്കാം. എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 2 കറിവേപ്പില കഴുകി കീറിയിട്ട് കൊടുക്കാം. നമുക്കിനി ഒരു സ്പൂൺ കൊണ്ട് ഇതിനെ ഇളക്കിയിട്ട് കൊടുക്കാം. ഇത് ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ചെറിയ ഗ്ലാസ്സിന് 1/2 ഗ്ലാസ് വെള്ളം, അതാണ് കണക്ക്. വെള്ളം ഒഴിച്ചതിന് ശേഷം വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ പാചകം കാണാൻ എല്ലാവരും ലൈക്ക് ചെയ്യണേ, കൂടെ സബ്സ്ക്രൈബും ചെയ്ത് ഷെയർ കൂടി ചെയ്യണേ. ഇനി ഇളക്കി കൊടുക്കണ്ട, നമുക്കിനി ഒരു അടപ്പെടുത്ത് കഴുകി അടച്ച് വെച്ച് കൊടുക്കാം. അതൊന്ന് വെന്ത് വരട്ടെ. കുറച്ച് സമയം നമ്മൾ വേവിച്ചല്ലോ, ഇനി ഇതിൻ്റെ പരുവം എന്താണെന്ന് നോക്കാം. ഇതിൻ്റെ പരുവായി വരുന്നതേ ഉള്ളൂ. നമുക്ക് വീണ്ടും ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അടച്ച് വെച്ച് വേവിക്കാം. ഇനി നമുക്കൊന്ന് അടപ്പെടുത്ത് നോക്കാം എന്തായെന്ന്. ഇപ്പം നമുക്ക് നല്ലവണ്ണം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഒരു 2 മിനിറ്റ് കൂടി ഇളക്കി കൊടുത്തതിന് ശേഷം ബാക്കി ചേരുവക നമുക്കിട്ട് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ നേരത്തെ ഒന്നും ഉപ്പിട്ട് കൊടുത്തില്ല, ഇപ്പോഴാണ് ഉപ്പിട്ട് കൊടുക്കുന്നത്. ഇനി നമുക്കൊന്ന് ഇതിനെ ചെറുതായിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഇനി ശകല മുളക് പൊടി ഇട്ട് കൊടുക്കാം. നമ്മൾ നേരത്തെ ഒരു പച്ചമുളക് അരിഞ്ഞിട്ടായിരുന്നു, അത് കണക്കാക്കി കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് അടപ്പ് വെച്ച് അടച്ച് ചെറു തീയിലിട്ട് ഇതിനെ വേവിച്ചെടുക്കാം. നമ്മളിത് വേവിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. ഇടയ്ക്ക് ഞാൻ ഉപ്പിൻ്റെ പരുവൊക്കെ നോക്കിയപ്പം എല്ലാം കറക്റ്റായിരുന്നു. ഇതെല്ലാം നമ്മൾ വേവിച്ചെടുത്തിട്ടുണ്ട്. അടിപൊളി മെഴുക്ക് പുരട്ടി ഇവിടെ റെഡിയായി. ഇതിൻ്റെ പേരാണ് കോവയ്ക്ക മെഴുക്ക് പുരട്ടി. ഇത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മെഴുക്ക് പുരട്ടിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പം മറ്റൊരു ദിവസം മറ്റൊരു പാചകവുമായി വീണ്ടും കാണാം. ടാറ്റ, ബൈ ബൈ.